അപ്പോൾ ഇന്നത്തെ മെനു ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ മെനു അനുസരിച്ചിട്ട് ഞാൻ ആദ്യമേ തന്നെ ഉണ്ടാക്കുന്നത് പൊട്ടറ്റോ ഫ്രൈ ആണ്. അപ്പോൾ പൊട്ടറ്റോ ഫ്രൈക്ക് വേണ്ടിയുള്ളത് ഞാൻ 2 ചെറിയ പൊട്ടറ്റോ എടുത്ത് നല്ല രീതിയിൽ പീൽ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ബോയിൽഡ് എഗ് നമ്മുടെ ഇന്നത്തെ മെനു ആണല്ലോ. അപ്പോൾ ഞാൻ ഒരു മുട്ടയും അതുപോലെ ഈ പൊട്ടറ്റോ കൂടി ഒരുമിച്ചിട്ട് വേവിക്കാൻ കുക്കറിൽ വിസിലടിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. അതേസമയം ഞാൻ എനിക്കുള്ള മില്ലറ്റ് എടുത്തിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഒരു അരമണിക്കൂറൊക്കെ സോക്ക് ചെയ്താൽ മതിയാകും. പിന്നെ ഞാൻ അതിൽ കറികൾക്ക് ആവശ്യമായിട്ടുള്ള സവാള, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ഞാൻ നന്നായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ എഗ്ഗും പൊട്ടറ്റോയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കാനുള്ള പാൻ അടുപ്പത്ത് കയറ്റിയിട്ട് എണ്ണ ഒഴിച്ച് കുറച്ച് സവാള അതുപോലെ വെളുത്തുള്ളിയൊക്കെ ഇട്ട് പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാലയൊക്കെ ഇട്ട് കുറച്ചുകൂടി എണ്ണയൊക്കെ ഞാൻ ഒഴിച്ചു കിട്ടും. അപ്പോഴേ നല്ല ടേസ്റ്റ് വരുള്ളൂ. പിന്നെ പൊട്ടറ്റോ കട്ട് ചെയ്തുകൂടെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ആക്ച്വലി നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. പിന്നെ അതേസമയം മില്ലറ്റ് കഞ്ഞിക്ക് വേണ്ടിയുള്ള മില്ലറ്റ് ഇപ്പോൾ ഏകദേശം സോക്കായി വന്നിട്ടുണ്ട്. ഞാനത് നന്നായി കഴുകിയിട്ട് കുക്കറിൽ തന്നെ വിസിലടിപ്പിക്കാൻ വെച്ചിട്ട് 2 വിസിൽ മതിയാവും. പിന്നെ നമ്മൾ സാധാ ചോറിനുള്ള അരി കൂടി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അത് ഞാൻ വലിയ കുക്കറിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മില്ലറ്റ് കഴിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതൊരു കാസറോലോട്ട് മാറ്റിയേ, കാരണം കുക്കർ ആവശ്യമുണ്ട്. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് വേവിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആവും കേട്ടോ. ഇനി നമുക്ക് കടലക്കറി കൂടി വെച്ചാൽ മതി. അപ്പോൾ ഞാനത് സാധാ ഉണ്ടാക്കുന്ന പോലെ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ കടലയൊക്കെ ഞാൻ തലേന്ന് തന്നെ സോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് നല്ല രീതിയിൽ 2-3 വിസിലടിച്ച് സെറ്റ് ആവും കേട്ടോ. അങ്ങനെ നമ്മുടെ കടലക്കറി സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചോറ് റെഡിയായി, അതുപോലെ പൊട്ടറ്റോ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞാൻ കടല കുറച്ച് തിക്ക് ഗ്രേവി ആകാൻ വേണ്ടി ഒന്ന് സ്മാഷ് ചെയ്തു കേട്ടോ. അതാണ് കുറച്ച് തിക്ക് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു ബോയിൽഡ് എഗ്ഗ് നമ്മൾ ആദ്യമേ പൊട്ടറ്റോടൊപ്പം തന്നെ വേവിച്ചുകൊണ്ട് അങ്ങനെ അത് സെറ്റായി. പിന്നെ ഇത് മില്ലറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ ഹസ്ബൻഡിൻ്റെ ലഞ്ച് ബോക്സുകളിൽ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ.